ഹലോ, ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് വിവരാവകാശ നിയമം 2005 കുറിച്ചാണ്. എന്താണ് വിവരാവകാശം? നിങ്ങൾക്കൊരു കാര്യം അറിയാനുള്ള അവകാശത്തിനെയാണ് വിവരാവകാശം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങളൊരു അടിപിടി കേസിൽ പെട്ടു. നിങ്ങൾ ഒരാൾ അടിച്ചു തീർക്കാം. പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലയിൻറ്റ് കൊടുത്തു. പക്ഷെ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് പ്രത്യേകിച്ച് നീക്കങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിലോട് വിവരാവകാശ നിയമപ്രകാരം നിങ്ങൾക്ക് കേസിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളും പകർപ്പുകളും ആവശ്യപ്പെടാൻ വേണ്ടി പറ്റും. അതുമാത്രമല്ല, നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിൽ എന്തെങ്കിലും അഴിമതി നടക്കുമെന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ വിവരാവകാശ നിയമപ്രകാരം നിങ്ങൾക്ക് അവരുടെ പകർപ്പുകളും വിവരങ്ങളും അറിയാൻ വേണ്ടി പറ്റുന്നതാണ്. ഇതെങ്ങനെ എഴുതുക നമുക്ക് നോക്കാം. വിവരാവകാശത്തിൻ്റെ ഫോർമാറ്റ് നിങ്ങൾ അതിന് പ്രേഷിത് തന്നെ എഴുതണം. പ്രേഷിത് വെച്ചാൽ നിങ്ങൾ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ അഖില, അപ്പോൾ ഞാൻ എൻ്റെ പേര്, നിങ്ങളുടെ അഡ്രസ്സ് വിത്ത് പിൻകോഡ്. പിന്നെ സ്വീകർത്താവ് വെച്ചാൽ നിങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്കല്ല അയക്കുന്നത്, പോലീസ് സ്റ്റേഷൻ്റെ അഡ്രസ്സും പിൻകോഡും. വിഷയം എഴുതേണ്ടത് നടപടികൾ സ്വീകരിച്ചാൽ അതിൻ്റെ പകർപ്പ്, സ്വീകരിച്ചില്ലെങ്കിൽ വ്യക്തമായ കാരണം ഇതാണ് വിഷയമായിട്ട് എഴുതേണ്ടത്. സൂചന വിവരാവകാശ നിയമം 2005. അത് കഴിഞ്ഞ ശേഷം സാറെന്ന് എഴുതിയിട്ട് നിങ്ങൾക്ക് എന്തിനെ കുറിച്ചാണ് എഴുതേണ്ടത് അത് ഡീറ്റെയിൽ ആയിട്ട് എഴുതാം. നിങ്ങൾ ഫസ്റ്റ് അയച്ച ഡേറ്റ് വെച്ചുകൊണ്ട് എഴുതാൻ. നിങ്ങളെല്ലാ വിഷയം എഴുതി കഴിഞ്ഞതിന് ശേഷം ഇടത് ഭാഗത്തായിട്ട് അന്നത്തെ ഡേറ്റും വലതു ഭാഗത്തായിട്ട് ഇന്ന് വിശ്വസ്തയോടെ എഴുതിയിട്ട് നിങ്ങളുടെ ഒപ്പ്, പേര്, ഫോൺ നമ്പർ എഴുതിയിട്ട് അയക്കുക. 10 രൂപ വില വരുന്ന ഈ കോഡ് ഫീസ് സ്റ്റാമ്പ് വലതു ഭാഗത്തായിട്ട് ഒട്ടിച്ചിട്ട് വേണം അയക്കാൻ. ഇതുപോലൊരു കവറിൽ സ്റ്റാമ്പ് ഒട്ടിച്ച് ഫ്രം നിങ്ങളുടെ അഡ്രസ്സും ടു PIO എന്ന് വെച്ച് ഇത് സ്ഥാപനത്തിലേക്കാണ് അയക്കേണ്ടത് അവരുടെ അഡ്രസ്സും വെച്ച് അയക്കാവുന്നതാണ്. പോലീസ് സ്റ്റേഷൻ ഒരു എക്സാമ്പിളായി പറഞ്ഞു എന്നേ ഉള്ളൂ. 30 ദിവസത്തിന് നിങ്ങൾക്ക് മറുപടി നൽകിയില്ലെങ്കിൽ സെക്ഷൻ 19(1) പ്രകാരം അപ്പീൽ അധികാരിയുടെ വിവരങ്ങൾ തേടാവുന്നതാണ്. 45 ദിവസത്തിന് നിങ്ങൾക്ക് മറുപടി നൽകിയില്ലെങ്കിൽ സെക്ഷൻ 19(3) പ്രകാരം ബഹുമാനപ്പെട്ട വിവരാവകാശ കമ്മീഷനോട് നിങ്ങൾക്ക് വിവരങ്ങൾ തേടാവുന്നതാണ്. നിർഭാഗ്യവശാൽ കോഓപ്പറേറ്റീവ് സ്ഥാപനങ്ങൾ വിവരാവകാശത്തിൻ്റെ പരിധിയിലല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അവിടുത്തെ വിവരങ്ങൾ അറിയാൻ പറ്റില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയുടെ കമൻറ്റ് ബോക്സിലോട്ട് ചോദിക്കാവുന്നതാണ്. മറുപടി നൽകുന്നതായിരിക്കും. ബൈ.